അപ്പോൾ ഇന്നിതാ ഒരു അടിപൊളി കണവ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ ഞാനത് ക്ലീൻ ചെയ്ത് റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ ചതച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് ഇട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5-6 വിസിൽ വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുക. അങ്ങനെ അതൊരു വേകുന്ന ടൈമിൽ ഞാൻ ഇതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ചതവ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് കേട്ടോ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേന് അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. 6 വിസിലടിച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൽ കാണുന്ന ഒരു വെള്ളമല്ലേ അത് തക്കാളിയിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ഈ ഒരു കൂന്തൽ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം വറ്റി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.